ഈ ഒരു സെറ്റിങ്സ് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ടെമ്പററി ഫയൽസോ അല്ലെങ്കിൽ റീസൈക്കിൾ ബിന്നിലെ ഫയൽസോ ഒന്നും മാനുവലി പോയി ഡിലീറ്റ് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി തനിയെ കമ്പ്യൂട്ടർ തനിയെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോളൂ. അതിനുള്ളൊരു ഓപ്ഷനാണിത്. നേരെ അതിനായി സെറ്റിങ്സ് എടുക്കുക. ഇതേപോലെ സ്റ്റോറേജിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റോറേജിനകത്ത് സ്റ്റോറേജ് സെൻസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഉണ്ടാകുന്ന, അതായത് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ടെമ്പററി ഫയൽസ്, പിന്നെ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന ഈ റീസൈക്കിൾ ബിന്നിനകത്ത് പോയി കിടക്കുന്ന ഫയൽസ്, പിന്നെ നമ്മൾ ഈ യൂസ് ചെയ്യാത്ത ചില ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ്, ഇതെല്ലാം തനിയെ ഡിലീറ്റ് ആയി പോയിക്കോളൂ. പ്രത്യേകിച്ച് നമ്മൾ മാനുവലി പോയി ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എപ്പോഴും സ്റ്റോറേജ് ഒന്ന് ക്ലീൻ ആയിട്ടിരിക്കാനും കമ്പ്യൂട്ടറിൻ്റെ സ്പീഡൊന്ന് കുറച്ചൊന്ന് ബെറ്ററായിട്ട് കമ്പ്യൂട്ടർ സ്പീഡ് കിട്ടാനും ഒക്കെ വേണ്ടി ഈ ഒരു സെറ്റിങ്സ് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്കിതിനകത്ത് എത്ര ദിവസത്തിനുള്ളിൽ നമ്മുടെ ഈ ആവശ്യമില്ലാത്ത ഈ ഫയൽസൊക്കെ ഡിലീറ്റ് ആയി പോകണം എന്ന് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് 30 ദിവസം 60 ദിവസമൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ദിവസം സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഓരോ ഓപ്ഷൻസും വായിച്ച് നോക്കി കൃത്യമായിട്ടുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും കമ്പ്യൂട്ടറിന് ബെറ്റർ ആയിരിക്കും. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ സ്റ്റോറേജ് ഫുള്ളാകാതൊക്കെ ഇരിക്കും. പിന്നെ നമ്മുടെ ആവശ്യമുള്ള ഫയൽസ്, ഡൗൺലോഡ്സിലേക്ക് ഫയൽസ് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ അതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഫയൽസൊക്കെ ഒരുപക്ഷെ ഡിലീറ്റ് ആയി പോകാനും സാധ്യതയുണ്ട്. സെറ്റിങ്സ് പ്രോപ്പർ ആണെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ ആവശ്യമുള്ള ഫയൽസ് ഡിലീറ്റ് ആകുകയുമില്ല. എന്നാൽ കമ്പ്യൂട്ടർ എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കുകയും ചെയ്യും.